ഇങ്ങനെ എല്ലാവരും മത്സര ചൂടിൽ ഓടിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ അച്ഛനാണെങ്കിൽ ഒത്തിരി വർഷത്തെ അനുഭവങ്ങളുള്ള ആളായിരിക്കുമല്ലോ, ഒരുപാട് ഇലക്ഷനും ഒരുപാട് ഭരണങ്ങളും ഒക്കെ കണ്ടിട്ടുള്ള ആളായിരിക്കും. അപ്പോൾ അച്ഛൻ എന്താ തോന്നുന്നത്, ഇനി ആര് വന്നാൽ ഇതൊക്കെ ഒന്ന് മാറും, അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് ശരിയാവും, നമുക്കൊരു മാറ്റം ഉണ്ടാവും എന്ന് തോന്നുന്ന ആര് വരുമ്പോഴായിരിക്കും? ഇവിടെ 10 വർഷം ഭരിച്ചവര് ഒന്ന് മാറ്റം വരുത്തണം ഈ കൊല്ലം ജില്ലയിൽ, അല്ല കേരളത്തിൽ എല്ലാം കൊണ്ടും. 5 വർഷം പിണറായി വിജയൻ ആദ്യത്തെ വർഷം ഭരിച്ച് കുഴപ്പമില്ല. രണ്ടാമത്തെ ഭരണത്തിൽ വന്നപ്പോഴത്തേക്ക് അങ്ങ് അഭിപ്രായം അനുസരിച്ചിട്ട് ഇപ്പോൾ നോക്കിയാൽ പിണറായിക്കാണ് പിണറായി തന്നെ തിരിച്ചു വരണം. വീണ്ടും തുടർഭരണം ഉണ്ടാവണം എന്ന് തന്നെയാണ് ചേട്ടൻ്റെ ആഗ്രഹം. തൊഴിലില്ലായ്മ ഒരു പ്രശ്നമാണ്. തൊഴിലില്ലായ്മ ഇപ്പോൾ കുറേ IT മേഖലകളിലൊക്കെ തൊഴിലുണ്ടെങ്കിലും തൊഴിലില്ലായ്മ ഇപ്പോൾ ഒരുപാട് പിള്ളേർ വിദേശത്തേക്ക് പോകുന്നു. അതൊക്കെ ഒഴിവാക്കി കിട്ടാൻ ഇവിടെ തന്നെ ഒരു തൊഴിൽ സാധ്യത പിള്ളേർക്ക് തുറന്നു കിട്ടുകയാണെങ്കിൽ എപ്പോഴും അതായിരിക്കും യുവജനങ്ങൾ ആഗ്രഹിക്കുന്നത്. പിന്നെ അവർക്ക് നല്ല പഠനം, പിന്നെ ആശുപത്രി, അത് കാര്യങ്ങളെല്ലാം നല്ല മെച്ചപ്പെട്ടാണല്ലോ ഇപ്പോൾ ഉള്ളത്. പൊതുവെ മെച്ചപ്പെട്ടൊരവസ്ഥ ഉണ്ട്. എങ്കിലും യൂത്തിനെ ഇവിടെ പിടിച്ചു നിർത്തുന്ന ഒരു സാഹചര്യങ്ങളും പൊതു മേഖലയിൽ ഉണ്ടാവും. ഇപ്പോൾ ഇലക്ഷൻ ചൂടിലാണ്, അറിയാലോ, എല്ലാവരും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. കുറച്ച് ദിവസമേ ബാക്കിയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആര് ജയിക്കണം എന്നാണ്, ഏത് പാർട്ടി ജയിക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം? കോൺഗ്രസ്. കൊല്ലം മണ്ഡലത്തിൽ ഇപ്പം നമ്മൾ പ്രതാപസ്ഥാനത്ത് ഒരു മുന്നേറ്റമാണ് NDAയുടെ എന്നുവെച്ചാൽ പിന്നെ ഈ 3 മുന്നണിയേക്കാൾ ഒരു മുൻപന്തിയിലേക്ക് പോകുന്ന ഒരു അവസരം ഇപ്പം നമുക്ക് അങ്ങനെ തോന്നുന്നു. കോൺഗ്രസിൻ്റെ കൊല്ലത്തിപ്പോൾ ഒരു ത്രികോണ മത്സരമാണ് നടക്കുന്നത്. അതായത് മൂന്ന് പേരും കട്ടയ്ക്ക് നിൽക്കുന്ന മത്സരാർത്ഥി ആയിട്ട് കഴിഞ്ഞ നാളുകളിൽ രണ്ട് പേരാണ്, അതായത് LDFും UDFും ആയിട്ടുള്ളൊരു മത്സരമായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് പുതിയൊരു സ്ഥാനാർത്ഥി, അതായത് NDAക്ക് വന്നേക്കുന്ന BJP സ്ഥാനാർത്ഥിയെ വന്നേക്കുന്ന ഡോക്ടർ പ്രതാപ് കുമാറാണ്. അപ്പം അദ്ദേഹം ജനങ്ങൾക്ക് നല്ലത് ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. മനുഷ്യരുടെ ഹൃദയങ്ങളെ തൊട്ടറിയുന്ന ഒരു ദൈവതുല്യനായ ഒരു ഡോക്ടർ ആവുന്നതുകൊണ്ട് ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാൻ അദ്ദേഹത്തിന് കഴിയും. അതുപോലെ തന്നെ ഈ കൊല്ലത്തിൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ പല നാളുകളായിട്ട് 2 LDFും UDFും ഭരിച്ച് നമ്മൾക്ക് ഒരു വികസനവും വന്നിട്ടില്ല. അതിനാൽ പുതിയ ഒരു പാർട്ടിയായ ഡോക്ടർ പ്രതാപ് സാർ NDA സ്ഥാനാർത്ഥി ജയിക്കണമെന്നാണ് നമ്മുടെ എല്ലാ ആഗ്രഹം. ഒരു ഭരണം മാറി വരണം എന്നുള്ള ആഗ്രഹം. ആര് വരണം എന്ന് അച്ഛൻ്റെ ആഗ്രഹം? അപ്പോൾ കോൺഗ്രസ് വന്നാൽ അത്ര നല്ലതാണ് എനിക്കൊരു ആഗ്രഹം. ഡോക്ടർ പ്രതാപ് തന്നെയാണ്. അതെന്താ കാരണം? അത് കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് നരേന്ദ്രമോദി ഈ രാജ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഈ ഇടതും വലുതും കുറേ നാളായി തുടങ്ങി ഈ പരിപാടികൾ. യുവമാരെ കൊണ്ടൊരു ചുക്ക് കൂടെ നടക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം BJPയുടെ ഭരണം കേരളത്തിൽ വന്നേ പറ്റൂ. ഇല്ലെങ്കിൽ നമ്മൾ കേരളത്തിലെ ഏറ്റവും വലിയ മടയന്മാരായി മാറും. സംശയമില്ല അതിനകത്ത്. നമ്മളെ വികസനത്തെ കുറിച്ചിട്ട് എന്താണ് കൊല്ലത്തിൻ്റെ വികസനം മുരടിച്ച് നിൽക്കുകയല്ലോ. ഇനിയിപ്പോൾ BJP വരാതെ ഇതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അനാവശ്യമായി കുറേ വികസനങ്ങളൊക്കെ നടത്തി ഒരു പാലം കൊണ്ട് നിർത്തിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള കുറേ കാര്യങ്ങൾ, കുറേ അനാവശ്യങ്ങൾ, അവർക്ക് പണമടിക്കാൻ വേണ്ടി ചെയ്യുന്ന കുറേ പരിപാടികൾ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ അതെല്ലാം മാറിയേ പറ്റൂ. ഇവിടെ കൊണ്ട് മാറണം, ഇല്ലെങ്കിൽ വീണ്ടും നമ്മുടെ 5 വർഷം നഷ്ടപ്പെടുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് എല്ലാവരും NDAക്ക് വോട്ട് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ മാത്രമല്ല, കേരളം ഒട്ടാകെ വോട്ട് ചെയ്യണമെന്ന് ആണ് എൻ്റെ അഭിപ്രായം.